അങ്ങനെ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ 1,94,704 വോട്ടർമാരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുക. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് പൂർത്തിയാകും. സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിലാണ്. സച്ചിൻ വള്ളിക്കാട് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്നും ചേരുന്നുണ്ട്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. പോളിംഗ് ബൂത്തിന്റെ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നലത്തെ കുട്ടിക്കലാശം എങ്ങനെയുണ്ടായിരുന്നു? ക്ഷീണം മാറിയോ? തീർച്ചയായും ആവേശകരമായ കൊട്ടിക്കലാശമായിരുന്നു 3 മുന്നണികളുടെയും നേതൃത്വത്തിൽ പാലക്കാട് നടന്നത്. അതിൽ LDFന് ഒരു വലിയൊരു മുൻതൂക്കം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കാവ്യ. ഓക്കെ, അല്ല നമ്മുടെ ടീമൊക്കെ എന്ത് പറയുന്നു? ഇന്ന് ഒറ്റ ഒരാളെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. തീർച്ചയായും എല്ലാവരും ക്ഷീണത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ തൃശ്ശൂർ പൂരം പോലെ ഒരു സാമ്പിൾ വെടിക്കെട്ട് നടന്നിരുന്നു. അതായത് രാത്രി ഒരു നൈറ്റ് മാർച്ച് നടന്നിരുന്നു. അതിൽ നമ്മുടെ ടീമൊക്കെ ആർമാദിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ കൊട്ടിക്കലാശം വലിയ രീതിയിലൊരു ആവേശത്തിൽ തന്നെയാണ് മുന്നേറിയത്. LDFന്റെയും അതേപോലെ തന്നെ UDFന്റെയും BJPയുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ ഒരു ആവേശത്തിലാണ് പാലക്കാട് നേരത്തെ ഇന്നലെ ആക്കിയത്. എന്നാൽ LDFന്റെ നേതൃത്വത്തിൽ വിക്ടോറിയ കോളേജ് മുതൽ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വരെ വലിയ രീതിയിൽ വാദ്യമേളങ്ങളുടെയും അതേപോലെ തന്നെ DJ അതേപോലെ മറ്റ് നാസിക് ഡോൾ അടക്കമുള്ള മറ്റ് വാദ്യങ്ങളുടെയൊക്കെ അകമ്പടിയോടെയായിരുന്നു LDFന്റെ പ്രചാരണം. LDFന്റെ സംസ്ഥാന നേതാക്കളൊക്കെ പങ്കെടുത്തുകൊണ്ട് വലിയ രീതിയിൽ ആവേശത്തിൽ തന്നെ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, LDFന്റെ മറ്റ് നേതാക്കളൊക്കെ പങ്കെടുത്തുകൊണ്ട് വലിയ ആവേശത്തിലായിരുന്നു. വലിയൊരു ജനസാഗരം ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ പാലക്കാട് നഗരത്തിൽ ഉണ്ടായിട്ടുള്ളത്. പാലക്കാടൻ കോട്ടയാകെ ചെങ്കടലാക്കിക്കൊണ്ടുള്ള ഒരു ആവേശം തന്നെ ഇന്നലെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് മുന്നണികളും വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലായിരുന്നു അവരുടെയും കൊട്ടിക്കലാശം നടന്നത്. എന്തായാലും ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ് കാവ്യ. ഓക്കെ, അപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പിന്റെ, അതായത് നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കോലാഹലങ്ങളായിരുന്നല്ലോ ഇതെല്ലാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ശാന്തമായിരുന്ന് ഈ ബഹളങ്ങളൊക്കെയും അവസാനിച്ച് ചിന്തിച്ചുറപ്പിച്ച് ജനങ്ങൾ എല്ലാവരും, മണ്ഡലത്തിലെ വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയാണ്. സ്ഥാനാർത്ഥികൾ ഇന്നും പരമാവധി ആളുകളെ നേരിൽ കാണാൻ ശ്രമിക്കും. അവസാന ഘട്ടത്തിലും ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള, പെട്ടിയിലാക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെയും ഉണ്ടാകും, നേരിട്ടവരെയൊക്കെയും കണ്ടുകൊണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് പോളിംഗ് സാമഗ്രി വിതരണം അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് നടക്കും. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് വേണം എല്ലാവിധമായ പ്രിപ്പറേഷൻസും, അല്ലെ സച്ചിൻ? പറയൂ. തീർച്ചയായും കാവ്യ, ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണെങ്കിൽ പോലും വലിയൊരു വോട്ട് തേടിയുള്ള പ്രചരണം തന്നെയാണ് മുന്നണികളുടെ 3 സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ പാലക്കാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ മേഖലകളിലെ നേരിട്ട് വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പരമാവധി വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടിയുള്ള ഒരു തിരക്കിൽ തന്നെയാണ്. നിശബ്ദ പ്രചരണമാണെങ്കിലും വലിയ ഒരു തിരക്കിൽ തന്നെയാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിലും സ്ഥാനാർത്ഥികൾ. നിലവിൽ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 1,94,706 വോട്ടർമാരാണ് പാലക്കാട് ഉള്ളത്. അതിൽ കൂടുതലും സ്ത്രീകളാണ്. 1,290 സ്ത്രീകളാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത്. 92,000-ത്തിലധികം പുരുഷന്മാരും പാലക്കാട് മണ്ഡലത്തിലുണ്ട്. എന്നാൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ വിക്ടോറിയ കോളേജിൽ നിന്നും ആരംഭിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ വിക്ടോറിയയിൽ എത്തിച്ച അന്നു മുതൽ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹമാണ് കോളേജിന് അകത്തും പുറത്തുമായി കേന്ദ്ര സേനകളുടെയും സംസ്ഥാന പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഒരുക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. പോളിംഗ് സ്റ്റേഷനുകൾ ഉള്ള വിദ്യാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ രാവിലെ മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ഓട്ടപ്പാച്ചിലാണെങ്കിൽ ഇന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക. അതേപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം
പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ, കണ്ണാടി, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകൾ ചേർന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. അപ്പോൾ ആ മൂന്ന് പഞ്ചായത്തുകളും ഒരു നഗരസഭയും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ 184 ബൂത്തുകളാണ് നിലവിലുള്ളത്. അതിൽ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ ശക്തമായ രീതിയിൽ സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തും. കേന്ദ്രസേനയുടെ സംസ്ഥാന പോലീസിൻ്റെ നേതൃത്വത്തിലാണ് സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തുക. ഇന്നലെ LDFിൻ്റെ നേതൃത്വത്തിലൊരു കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഉന്നയിച്ച പ്രധാന വിഷയങ്ങളിൽ ഒന്ന് ഈ പോളിംഗ് ബൂത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, BJP ആണ് ഭരിക്കുന്നത്. നിരവധി ബൂത്തുകൾ BJP തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി കയ്യേറുന്ന ഒരു സ്ഥിതി മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ അത്തരം ബൂത്തുകളിൽ കർശനമായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണം എന്ന ആവശ്യവും CPIMൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ കളക്ടറെ കണ്ട് നേരിട്ട് പരാതി നിവേദനമായി സമർപ്പിച്ചിരുന്നു. അതിനാൽ തന്നെ അത്തരം ബൂത്തുകളിൽ ഈ BJPയുടെയും RSSൻ്റെയും നേതൃത്വത്തിൽ കയ്യേറാൻ ശ്രമവും ഉണ്ടാകും. അതിനാൽ അത്തരം ബൂത്തുകളിൽ കർശനമായ സുരക്ഷ ഏർപ്പെടുത്തണം എന്നാണ് CPIMൻ്റെ ഇടതുപക്ഷ നേതാക്കളും ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതിനാൽ തന്നെ BJPക്ക് സ്വാധീനമുള്ള ചില ബൂത്തുകളിൽ കർശനമായ സുരക്ഷ ഏർപ്പെടുത്തുമെന്ന ഉറപ്പ് ജില്ലാ കളക്ടർ ഇടതുപക്ഷ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ആവേശത്തിലായിരുന്നു പാലക്കാട്ടെ എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും. കാരണം ഒരു മാസത്തോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിനാണ് നാളെ തിരശീല വീഴാൻ വേണ്ടി പോകുന്നത്. നാളെ രാവിലെ 7 മണി മുതലാണ് പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുക. ഒരു മാസത്തോളം നീണ്ടുനിന്ന, കാരണം കഴിഞ്ഞ 2 വയനാട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പായാലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പായാലും അവിടെയൊക്കെ കാണാത്ത രീതിയിലുള്ള ഒരു ആവേശവും വിവാദങ്ങളും പ്രചരണ ചൂടുമായിരുന്നു പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. കാവ്യക്കറിയാം, പാലക്കാടൻ ചൂട് പോലെ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് ചൂടും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചൂട് തന്നെയായിരുന്നു പാലക്കാടും ഉണ്ടായിട്ടുള്ളത്. കാരണം തുടക്കം മുതൽ കള്ളപ്പണവുമായിട്ടാണ് UDF വന്നത്. അതിനുശേഷം വ്യാജമദ്യം ഒഴുക്കി അവസാനമായി വ്യാജ വോട്ടർമാരെ ചേർക്കുന്ന ഒരു സ്ഥിതിയാണ് UDFൻ്റെയും BJPയുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനാൽ അതിനെതിരെ വലിയൊരു പ്രതിഷേധവും LDFൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായിരുന്നു. LDFൻ്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്കായിരുന്നു മാർച്ച് നടത്തിയത്. CPIMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആദ്യമായി വ്യാജ വോട്ടും അതേപോലെ തന്നെ ഇരട്ട വോട്ടും സംബന്ധിച്ച പരാതി ഇലക്ഷൻ കമ്മീഷനും അതേപോലെ ജില്ലാ കളക്ടർക്കും നൽകിയത്. അതിൽ കൃത്യമായ രീതിയിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം 2700ഓളം വ്യാജ വോട്ടുകളും ഇരട്ട വോട്ടുകളുമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി UDFും NDAയും ചേർത്തിട്ടുള്ളത്. BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ പേരിലും അതേപോലെ തന്നെ RSS കാര്യാലയത്തിൻ്റെ പേരിലടക്കം വ്യാജ വോട്ടുകൾ രേഖപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ രേഖകളടക്കം പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചത്. തുടർന്ന് ഇലക്ഷൻ കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകി. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ്റെയോ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇന്നലെ CPIMൻ്റെയും LDFൻ്റെ അടക്കം നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് വലിയൊരു കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ അവശേഷിക്കുകയായിരുന്നു ഇന്നലെ മാർച്ച് LDFൻ്റെ ഭാഗത്ത് നിന്ന് സംഘടിപ്പിച്ചത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം കളക്ടർ ഉന്നയിച്ചിട്ടുള്ളത് ഇത്തരം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കൃത്യമായ പരിശോധനകൾ നടത്തും. വ്യാജ വോട്ടുകളും കള്ള വോട്ടുകളും രേഖപ്പെടുത്താൻ വരുന്ന ആളുകൾക്കെതിരെ കൃത്യമായ രീതിയിൽ നടപടിയുണ്ടാകും. പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം BJPയാണ് ഭരിക്കുന്നത്. പിരായിരി, മാത്തൂർ പഞ്ചായത്തുകളെ സംബന്ധിച്ച് അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഇവിടെയുള്ള BLOമാരെ സ്വാധീനിച്ചുകൊണ്ടാണ് UDFും BJPയും കള്ള വോട്ടുകൾ ചേർത്തത്. അതിനാൽ ശക്തമായ നടപടി BLOമാർക്കും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും എതിരെ ഉണ്ടാകുമെന്ന കാര്യവും ജില്ലാ കളക്ടർ LDFൻ്റെ നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നിനി വരും മണിക്കൂറുകളിൽ നിശബ്ദ പ്രചരണത്തിൻ്റെയും പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിൻ്റെയും ഒരു തിരക്കിലാണ് പാലക്കാട്. കാവ്യ. സച്ചിൻ, രാവിലെ ക്യാമറയ്ക്ക് പിന്നിൽ ആരാണ്? ക്യാമറയ്ക്ക് പിന്നിൽ മഹേഷ് ഏട്ടനാണ്. എല്ലാവരും ഇനി ക്യാമറയ്ക്ക് മുന്നിലേക്കും പിന്നിലേക്കും ഒക്കെയായി പാലക്കാട് സജീവമാകാൻ വേണ്ടി പോകുകയാണ്. കാരണം
ഇനി ഈ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം 1 മാസം നീണ്ട ഓട്ടം ഇനി നാളെ അവസാനിക്കുള്ളൂ. നാളെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ വോട്ടെടുപ്പുമുണ്ട്. അതിൽ തന്നെ പാലക്കാടൻ കാറ്റ് ഇങ്ങനെ വീശിയടിക്കുകയാണ്. അതേപോലെ തന്നെ കൈരളിയുടെ ടീമും വീശി ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് എനിക്കും സച്ചിനെ നിർത്തിക്കൊണ്ട് തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്. ഒരു ഗംഭീര ടീമായിരുന്നു പാലക്കാട്. ശരത്ചന്ദ്രനും പി വി കുട്ടനും അടക്കമുള്ള നമ്മുടെ ടീമിനെ നയിക്കാൻ ആളുകൾ ഒരുപാടുണ്ടെങ്കിലും നമ്മുടെ ബ്യൂറോ ചീഫ് അവിടെ പാലക്കാട് നാളുകളായി ഉള്ളത് സച്ചിനാണ്. സച്ചിന്റെ നേതൃത്വം, ഒരു കോർഡിനേഷൻ ആയിരുന്നു അവിടെ എല്ലാം നമ്മുടെ ഒരു ടീമിന്റെ ഒരു വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഞാൻ അടക്കമുള്ളവർ ഇത്രയും ഒരു ദിവസം ഇപ്പോൾ അവിടെ തുടർച്ചയായി നീണ്ട ദിവസങ്ങളിൽ ഇപ്പോൾ ഡെസ്കിൽ നിന്ന് പോയി മനു, വിനിഷ അടക്കമുള്ളവരൊക്കെയും ഉണ്ട്. എല്ലാവർക്കും പറയാനുള്ളതും അത് തന്നെയാണ്. വലിയ സന്തോഷത്തിന്റെ കൂട്ടായ്മയുടെയൊക്കെയും ഒരു വിജയമാണ് ഈ പാലക്കാട്. ഈ സമഗ്ര കവറേജുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർ നിരവധി പേരാണ് സച്ചിൻ നമ്മളെ ഇപ്പോൾ അഭിനന്ദനം അറിയിക്കുന്നത്. അതിനൊക്കെയും വലിയൊരു പങ്ക് സച്ചിനുണ്ട്. മഹേഷ് ചേട്ടൻ അടക്കമുള്ള നമ്മുടെ പാലക്കാട് ടീമിനുണ്ട്. അപ്പോൾ അവർക്കും ഗുഡ് മോർണിംഗ് കേരളം വളരെ പ്രേക്ഷകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ സച്ചിൻ ഇപ്പോൾ തിരികെ പോവുകയാണ് തിരക്കുകളിലേക്ക്. അപ്പോൾ ഓക്കെ സച്ചിൻ, നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയാണ് സച്ചിൻ വിശേഷങ്ങളൊക്കെയും നമ്മളോട് പങ്കുവച്ചത്.